വളരെയധികം പ്രശ്നമുണ്ടാക്കുന്ന ഒരു മേഖലയാണ് കുടുംബങ്ങൾ. എന്നാൽ ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തെക്കുറിച്ച് ശക്തമായി പറയുവാനും അതിനെക്കുറിച്ച് എല്ലാവരെയും ബോധ്യപ്പെടുത്തുവാനും കഴിയുന്ന ഇത്രയും അനുഗ്രഹീതമായൊരു സങ്കീർത്തനം വേറെയില്ല. ഇതിനൊരു സൈക്കോളജിയും വേണ്ട, ദൈവകൃപ മാത്രം മതി. ഈ സങ്കീർത്തനവും ദൈവകൃപയും ഉണ്ടെങ്കിൽ ഏത് കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് കഴിയും. നല്ല മനോഹരമായ ഒരു ചിത്രം ഈ കാവ്യത്തിലൂടെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഒരു മനോഹരമായ ഒരു കുടുംബത്തിൻ്റെ ചിത്രം കൊണ്ടുവരികയാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും. ഒരു വീട്ടിനകത്ത് ഒരു മുന്തിരിവള്ളി പടർന്നു നിൽക്കുന്നു, എന്നിട്ടോ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കുന്നു. ഒരു വളരെ മനോഹരമായ ഒരു ചിത്രമുണ്ട്. ഒരു ദേവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം തന്നെ അതിനൊരു മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: മുന്തിരിവള്ളി പടരുന്നത് എവിടെയാ? അതിനൊരു കൊമ്പ് വേണ്ടേ? മുന്തിരിവള്ളി പടരാൻ വേണ്ടി നിൽക്കുന്ന കൊമ്പാണ് ഭർത്താവ് എന്ന് പറയാനിടവരും. എനിക്കിതിൻ്റെ ചിന്തയിലേക്ക് ധാരാളം പോകണം താല്പര്യമുണ്ടെങ്കിലും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് കർത്താവിന് തിരുമേശയും ഉള്ളതുകൊണ്ട് ഒരു ചിത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുക. എനിക്ക് പറയാനുള്ളത് ഇന്ന് ഫാമിലിയെക്കുറിച്ചല്ല പറയാനുള്ളത്, മക്കളെക്കുറിച്ച് പറയാനായിട്ട് താല്പര്യമുണ്ട്. മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കുന്നു. നമ്മുടെ മക്കൾ എങ്ങനെയാകണമെന്ന് തിരുവചനം പറയുക, മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. അതിൻ്റെ രണ്ട് ആശയങ്ങൾ മാത്രം ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ. ഒലിവ് തൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒലിവ് എണ്ണയെ കാണിക്കുന്നതാണ്. എണ്ണ എന്തിനെ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതാണ്. മക്കളിൽ അഭിഷേകമുണ്ടെങ്കിൽ, ആത്മനിറവുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആ വീട്ടിനകത്തെ മക്കൾ ഐശ്വര്യമായിരിക്കും. അവരെ പിന്നെ ഉപദേശിക്കാൻ ആരും വേണ്ട, അവരെ ഗൈഡ് ചെയ്യാൻ ആരും വേണ്ട. നേർനിലത്ത് നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ് അവരെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒറ്റ കൃപ മതി കുടുംബത്തിലെ മക്കൾ ഐശ്വര്യമായി തീരാൻ. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മയപ്പന്മാർ പ്രാർത്ഥിക്കേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്: അവർ പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയണമെന്ന്. എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഇത്രയെങ്കിലും ആകാൻ കഴിഞ്ഞത് ഞാനൊരു കവലച്ചട്ടമ്പിയോ ലോകത്തിനും മനുഷ്യർക്കും കൊള്ളാത്തവനായി മാറിപ്പോകാതെ മുന്നോട്ട് പോകാൻ എന്നെ ശക്തീകരിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തിയാണ്. എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ ബാല്യത്തിൽ തന്നെ 1981 ഏപ്രിൽ മാസം 12-ാം തീയതിയാണ് പരിശുദ്ധാത്മാഭിഷേകത്താൽ ഞാൻ നിറഞ്ഞത്. അത് ഇന്ന് എനിക്ക് ഓർമ്മയാണ്. കാരണം അന്ന് ഞാൻ ഓടിച്ചെല്ലുകയാണ്. എൻ്റെ ഒരു വലിയ കൊതിയോടെ ഞാൻ ഓടിച്ചെല്ലുക. കാരണം അന്ന് പരിശുദ്ധാത്മാഭിഷേകം കൊടുക്കുന്ന പാസ്റ്റർ ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. മാങ്ങാനം ജോസഫ് പാസ്റ്റർ പ്രവാചകനായിരുന്നു. അദ്ദേഹം പോകുന്നിടത്തൊക്കെ ആളുകൾ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ നിറഞ്ഞ് ആരാധിക്കും. അദ്ദേഹത്തെ വിളിച്ച് സഭയിൽ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെച്ചപ്പോൾ ആദ്യത്തെ ദിവസം തൊട്ട് അവസാനത്തെ ദിവസം വരെ ഓടിപ്പോയിരുന്ന ആളാണ് ഞാൻ. അന്ന് കുട്ടികളൊന്നും അധികം ചെന്നിരിക്കാത്ത ദിവസങ്ങളാണ്. എന്നാൽ ഞാൻ ആദ്യം തൊട്ട് അവസാനം പോയിരുന്നു. ഒറ്റ കൊതി കൊണ്ടാണ്. ഇത് വേണമെന്നുള്ളൊരു ചിന്ത എൻ്റെ വീട്ടിൽ എന്നെ പഠിപ്പിച്ചു തന്നു. ഈ പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എൻ്റെ വീട്ടിൽ എന്നെ പഠിപ്പിച്ചു തന്നു. ക്രിസ്തീയ ജീവിതം ഭക്തിയോടെ നയിക്കണമെങ്കിൽ, നിനക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് വിദ്യാഭ്യാസത്തെക്കാൾ ഉപരിയായി വേണ്ടുന്നത് പരിശുദ്ധാത്മാഭിഷേകമാണെന്നുള്ള ഒരു വലിയ ഉപദേശം എന്നെ കിട്ടി. അത് എൻ്റെ ഹൃദയത്തെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചാൻസ് വന്നപ്പോൾ ഓടിപ്പോയിരുന്നു. കർത്താവിൻ്റെ കൃപയാൽ അവസാന ദിവസമാണ് 12-ാം തീയതിയാണ് ഞാൻ പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിറഞ്ഞ് അന്യഭാഷയിൽ ആരാധിക്കാനായിട്ട് കഴിഞ്ഞത്. അത് എന്നെ ജീവിതത്തെ നയിക്കാൻ ഇടവന്നു, വിദ്യാഭ്യാസത്തിൽ മാറ്റം വരുത്താൻ ഇടവന്നു, എൻ്റെ ചിന്താഗതിയിൽ മാറ്റം വരുത്താൻ ഇടവന്നു. എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്: അവർ പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറഞ്ഞ് അന്യഭാഷകളിൽ ആരാധിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇനി ഞാനൊരു ചിത്രം പറയാൻ പോവാം. ഇവിടെ പറയുകയാണ് മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. ഇന്ന് നമ്മൾ മേശയ്ക്ക് ചുറ്റും വന്നിരിക്കുക, കർത്താവിൻ്റെ തിരുമേശയ്ക്ക് ചുറ്റും നമ്മൾ വന്നിരിക്കുക. അവിടെ ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാനായിട്ട് താല്പര്യപ്പെടുക. ഒരു മേശയെക്കുറിച്ച് കാണിക്കാനായിട്ട് കഴിയും. ഒരു കനാനി സ്ത്രീ ഓടി വന്ന് യേശുവിൻ്റെ അടുത്ത് വന്നു. ആ സഹോദരി വന്നത് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. തൻ്റെ മകൾക്ക് ഭൂതോപദ്രവം വന്നിരിക്കുന്നു. പൈശാചിക ശക്തി അവളെ ഗൈഡ് ചെയ്യുന്നു. ആത്മശക്തിയല്ല ഗൈഡ് ചെയ്യുന്നത്, ദൂത്യന്ധകാരങ്ങൾ അവളെ ഗൈഡ് ചെയ്ത് അവളെ വലച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ക്ലേശം അനുഭവിക്കുന്ന ഒരു സഹോദരി. ഒരു കാരണവശാലും പെൺമക്കൾക്കുണ്ടാകുന്ന പ്രതിസന്ധികളൊന്നും പരസ്യമായി ആരും പറയാറില്ല. അത് വളരെ നാണക്കേടാണ്. അവരെ ഭാവി ജീവിതത്തെ വരെ ബാധിക്കും. എന്തിലും മറ്റു മാർഗം ഒന്നുമില്ലാന്ന് മനസ്സിലാക്കിയ ആ സഹോദരി യേശുവെ കർത്താവ് എന്ന് വിളിച്ചുകൊണ്ട് ആ അന്യജാതിക്കാരി മനസ്സിലാക്കി ദാവീദ് പുത്രനാണ്, കർത്താവാണ് എന്ന് മനസ്സിലാക്കി യേശുവിൻ്റെ അടുക്കൽ വന്ന വിശ്വാസത്തോടെ അവൾ വന്നു. അവൾ വന്നപ്പോൾ യേശു ഒരു കാര്യം പറഞ്ഞു: മക്കളുടെ അപ്പം നായക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞു. അവളൊരു മറുപടി പറഞ്ഞു: മേശയുടെ മുകളിൽ അപ്പമുണ്ട്,
അതിൻ്റെ നുറുക്ക് ചിലപ്പോൾ താഴോട്ട് വീഴും. അത് താഴോട്ട് വീണ നായക്കുട്ടി തിന്നും. ഇതാണ് ചിത്രം. മേശയുടെ മുകളിൽ അപ്പമുണ്ട്, അത് നുറുക്കി തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു നുറുക്ക് താഴെ വീഴും, അത് നായക്കുട്ടി തിന്നും. ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കി എങ്ങനെ കാണാനായിട്ട് കഴിയും. മക്കൾ എന്ന് പറഞ്ഞത് ഇസ്രായേൽ മക്കളാണ്. ഇസ്രായേൽ മക്കളാണ് പറഞ്ഞത്. ഇസ്രായേൽ മക്കളാണ് മക്കൾ. മേശയുടെ മുകളിലിരിക്കുന്ന അപ്പം ആരാന്ന് ചോദിച്ചാൽ അത് കർത്താവാ. ഞാനാകുന്നു ജീവന്റെ അപ്പം എന്ന് പറഞ്ഞ കർത്താവാ. മേശ എന്തിനെ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽവറി ക്രൂശിനെ കാണിക്കുന്നു. കാൽവറി ക്രൂശിൽ അപ്പം നുറുക്കപ്പെട്ടു. അങ്ങനെ നുറുക്കപ്പെട്ടപ്പോൾ ഒരു കഷണം വീട് കിട്ടി. ആ കിട്ടിയതാണ് നായക്കുട്ടിക്ക് കിട്ടിയത്. നായക്കുട്ടി ജാതികളെ കാണിക്കുന്നതാണ്. ആ സഹോദരിയുടെ വിശ്വാസം ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ഇന്ന് കൂടി വരാൻ കഴിഞ്ഞതിന് കാരണം എന്താണ്? മേശമേലൊരപ്പം നുറുക്കപ്പെട്ടു. അല്ലെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞാൽ ക്രൂശിന്മേലൊരപ്പം നുറുക്കപ്പെട്ടു. ആ അപ്പത്തിന്റെ ഒരു നുറുക്ക് വീണപ്പോൾ നമുക്ക് ലഭിച്ചു. നമ്മുടെ മാത്രമല്ല, നമ്മുടെ തലമുറയുടെ വിടുതലായി മാറിയെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് വിശ്വാസത്തോടെ ആ കനാന്യ സ്ത്രീയിൽ വ്യാപരിച്ച ഒരു വിശ്വാസം നമ്മിൽ വ്യാപരിക്കുന്നുവെങ്കിൽ, കർത്താവേ, ഇന്ന് ഇവിടെ വെച്ച് അങ്ങയുടെ കാൽവറി മരണത്തെ ധ്യാനിച്ചുകൊണ്ട് നുറുക്കുന്ന അപ്പത്തിന്റെ ഒരു കഷണം ഞാൻ എടുക്കുമ്പോൾ അത് എനിക്ക് മാത്രമല്ല, എന്റെ തലമുറയ്ക്കൊരു വിടുതലായി മാറും. അവനെ ഭരിക്കുന്ന ദുഷ്ട അന്ധകാരത്തിന്റെ സകല പോരുകളും യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറി സൗഖ്യം പ്രാപിക്കും, വിടുതൽ പ്രാപിക്കുമെന്ന വിശ്വാസം ഇന്നുണ്ടെങ്കിൽ ഇന്നത്തെ സഭായോഗത്തിൽ ഒരു വലിയ വിടുതൽ നടക്കാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? തിരുവചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് അതിന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി മാറിയാൽ വീരത്തോടെ ഏറ്റെടുക്കണം. യെസ് ലോർഡ്, യെസ് ലോർഡ്, ആമേൻ എന്ന് പറഞ്ഞിട്ട് പറയണം, ഇത് സത്യമാ. ഇന്ന് നുറുക്കുന്ന അപ്പത്തിന് ഒരു ശക്തിയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു അത് വിടുതൽ നൽകുന്ന ശക്തിയാ. ഞാൻ എടുക്കുമ്പോൾ എനിക്ക് മാത്രമല്ല, എന്റെ തലമുറയിലേക്കും ഒരു വിടുതൽ വ്യാപരിക്കും. വിശ്വസിക്കാമോ? ഗ്ലോറി. അങ്ങനെയെങ്കിൽ ഇത് വേറെ ഒരു ചടങ്ങായി ഇവിടെ നടക്കില്ല. മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു ശുശ്രൂഷയായി ഇത് നടക്കില്ല. അതിനപ്പുറത്തെ വിടുതലിന്റെ ശുശ്രൂഷയായി, ദൈവശക്തിയായി വ്യാപരിക്കുമെന്ന് പൂർണ്ണമായി ഞാൻ പ്രസ്താവിക്കുകയാണ്. 2 വാചകം കൂടെ പറഞ്ഞ് ഞാൻ വാക്കുകൾ നിർത്താം. ഞാൻ പറഞ്ഞു, കുടുംബത്തിന്റെ ചിത്രമാണിത് ഈ വേദപുസ്തകം പറയുന്നത്. ഈ 128 സങ്കീർത്തനം പറയുന്നത് കുടുംബത്തിന്റെ ചിത്രമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ഭാഗ്യകരമായ ഒരു കുടുംബത്തിന്റെ ചിത്രം, ഐശ്വര്യപൂർണമായ ഒരു കുടുംബത്തിന്റെ ചിത്രം. അതിനെ ഈ പുസ്തകം പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു കുടുംബം ഐശ്വര്യമായി തീരണം. ഈ അധ്യായം പറയുന്നത് യഹോവയെ ഭയപ്പെടുക. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അവൻ്റെ വഴിയിൽ നടക്കുന്നവനെ വിളിക്കുന്ന പേരാണ് യഹോവ ഭക്തനായ പുരുഷൻ. അപ്പൊ ഭക്തിയും ഭയവും ഉണ്ടെങ്കിൽ ഒരു കുടുംബവും തകരില്ല. ഒരു കുടുംബത്തിൽ നിന്നും ഐശ്വര്യം പോകില്ല. ഒരു കുടുംബത്തിൽ നിന്ന് സ്വസ്ഥത പോകില്ല. കലഹമുണ്ടാകില്ല. സന്തോഷത്തോടെ എത്ര വർഷം വേണമെങ്കിലും ജീവിക്കാം. മരണം വേർതിരിക്കുന്നത് വരെ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ഭയം വേണം. ഇന്നത്തെ കാലത്ത് ആരെയും ഭയപ്പെടാൻ പറയാൻ പറ്റില്ല. ഭാര്യ ഭർത്താവിനെ ഭയപ്പെടണമെന്നോ പറയാനേ പറ്റില്ല. കാലം പെശക. എനിക്ക് ആരെയും പേടിയില്ലെന്നേ പറയുള്ളൂ. നിങ്ങളെനിക്ക് പുല്ലിൻ്റെ വിലയെന്ന് പറയും വേണമെങ്കിൽ. കാലം അങ്ങനെയാണ്. സ്ത്രീ സമത്വമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ധൈര്യം കൂടി. പക്ഷെ ഒരു കാര്യം വേദപുസ്തകം പറയുന്നത് ഭയപ്പെടണമെന്നാണ്. ഞാൻ പറയുന്നത് ആരെയും ഭയപ്പെട്ടില്ലെങ്കിലും വേണ്ടില്ല, ദൈവത്തെ ഒന്ന് ഭയപ്പെടാൻ പഠിക്കണം. എനിക്കങ്ങനെ പറഞ്ഞുകൂടാ. എനിക്ക് മിണങ്ങാൻ പറ്റില്ല, എനിക്ക് വാശി ഉണ്ടാക്കാൻ പറ്റില്ല, എനിക്ക് ക്രോധം പറ്റില്ല. ഞാൻ അടങ്ങി പാർക്കണം. പുസ്തകം പറഞ്ഞതനുസരിച്ച്, വ്യവസ്ഥക്കനുസരിച്ച് ഞാൻ കീഴ്പ്പെടണമെന്ന് ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് തീരുമാനമെടുത്താൽ കുടുംബം വിജയിക്കില്ലേ? 2ാമത്തെ വാചകം ഞാൻ പറയാൻ പോവുകയാണ്. ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. കുടുംബത്തിനകത്ത് സഹോദരിമാരെ രാജകുമാരിമാരാണ്. അല്ലയോ രാജകുമാരി, അല്ലയോ രാജകുമാരി, അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. അവൾ ബ്യൂട്ടിഫുള്ളാ. ഭാര്യമാരെന്ന് പറഞ്ഞാൽ സുന്ദരിമാരാ. അവൾ സുന്ദരിയായിട്ട് ആർക്ക് തോന്നണം? ഭർത്താവിന് തോന്നണം. ഭർത്താവിന് എപ്പോഴും തോന്നണം, എനിക്കെൻ്റെ ഭാര്യ എപ്പോഴും സുന്ദരിയായിട്ട് തോന്നും. എല്ലാവരും നിശബ്ദമായോ എന്ന് സംശയമുണ്ട്. ഞാൻ ഒരു പരമാർത്ഥം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനും അസൂയാന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഭാര്യമാരാണ് ഏറ്റവും സുന്ദരി, ഒരു സംശയവുമില്ല. ബാക്കിയുള്ളവർക്ക് എത്ര മേക്കപ്പ് എന്തൊക്കെ ഉണ്ടായാലും വേണ്ടില്ല, സൗന്ദര്യം എന്ന് പറഞ്ഞത് സ്വന്തം ഭാര്യയ്ക്കാണ്. അതിന് യാതൊരു സംശയവുമില്ല. അവൾ സുന്ദരിയായി അന്തപുരത്തിൽ രാജ്ഞി ശോഭ പരിപൂർണയായി തോന്നണം. അവൾ രാജകുമാരിയായിട്ടിരിക്കണം. സാധിക്കും. നിങ്ങൾക്കൊക്കെ രാജകുമാരിയായിട്ട് ഇരിക്കാൻ പറ്റും.
പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ, ഭർത്താവിന് രാജകുമാരനായിട്ട് അംഗീകരിക്കണം. എന്നാൽ നിങ്ങൾ രാജകുമാരിയാണ്. ഭർത്താവിനെ കാണുമ്പോൾ ഇടാ എന്ന് വിളിക്കത്തക്കവണ്ണം ഒരു ബഹുമാനവും ഇല്ലാതെ, ഒരു റെസ്പെക്റ്റും ഇല്ലാതെ നിങ്ങൾ ഭർത്താവിനോട് പെരുമാറിയാൽ നിങ്ങൾക്ക് രാജകുമാരി പട്ടം കിട്ടുമെന്ന് സ്വപ്നത്തിൽ വിചാരിക്കേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ രാജകുമാരനായി കാണുകയും അതിനനുസരിച്ചുള്ള ബഹുമാനവും സ്ഥാനവും കൊടുത്ത് നിങ്ങൾ അവരെ രാജകുമാരന്മാരായി കാണുകയാണെങ്കിൽ നിങ്ങൾ നിശ്ചയമായും രാജകുമാരിയായിട്ട് അന്തപുരത്തിൽ ശോഭ പരിപൂർണയായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കില്ലെങ്കിൽ എന്ത് ചെയ്യും? രാജാവ് പറഞ്ഞെന്ന് ഓർത്തിട്ട് വേണം അനുസരിക്കാൻ. രാജാവ് പറഞ്ഞത് എനിക്ക് നിഷേധിക്കാൻ പറ്റില്ലെന്ന് ചിന്തിക്കണം. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയി എവിടെയെങ്കിലും നിർത്താൻ പറ്റില്ല. തൽക്കാലം ഞാനിവിടെ നിർത്തുക. ഒരു വാക്തത്വം കൂടെ അതിനകത്ത് കിടക്കുന്നുണ്ട്. അനുഗ്രഹിക്കുന്ന അനുഗ്രഹം മാത്രമല്ല, നിന്റെ ആയുഷ്കാലമൊക്കെയും യഹോവ സിയോനിൽ നിന്ന് നിന്നെ ഇങ്ങനെ കൃപയെ പോകുന്ന കുടുംബത്തെയൊക്കെ ദൈവം സിയോനിൽ നിന്ന് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് പറയുന്നൊരു വാക്തത്വമുണ്ട്, നിങ്ങളുടെ മക്കളുടെ മക്കളെയും കാണും. ഒന്ന് പറഞ്ഞേ, മക്കളുടെ മക്കളെയും. യോഹന്നാൻ പറയാം, മക്കളുടെ മക്കളെയും കാണും. നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ പറയാനും അവകാശം കിട്ടിയിരിക്കുക, പലർക്കും കിട്ടിയിരിക്കുക. മക്കളുടെ മക്കളെയും കാണും, കാണും. സ്തോത്രം. നമ്മുടെ ഓരോ കുടുംബങ്ങളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ ആസ്വദിക്കും.